കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ നിന്ന് കാണാതെ പോയ ബിജിൽ എന്ന ചെറുപ്പക്കാരൻ്റെ മൃതദേഹം സരോവരം ചതുപ്പിൽ കെട്ടിത്താഴ്ത്തിയെന്ന് കൂട്ടുകാർ. 2019 മാർച്ച് 24 കോഴിക്കോട് വെസ്റ്റ് ഹിൽ ചുങ്കം വേഴത്തിപ്പടിക്കൽ വിജയൻ്റെ മകൻ ബിജിലിനെ കാണാതെ പോയത്. 35 വയസ്സുള്ള ആളാണ്. അയാളെ കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് മാതാപിതാക്കളും പോലീസും ഒക്കെ അന്വേഷിക്കുകയാണ്. ഒരു വിവരവുമില്ല. ഇയാളെ കാണാതെ പോയതിന് എടത്തൂർ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇദ്ദേഹം നിത്യവും ജോലിക്ക് പോകുന്ന ആളാണ്. അയാളുടെ പിതാവ് വിജയനും കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. ഈ ആളെ കാണാതെ പോയതിനെ സംബന്ധിച്ച് ഒത്തിരി കഥകളും വാർത്തകളും ഒക്കെ വന്നിരുന്നു. പക്ഷേ ബിജിൽ എന്ന പയ്യനെ കാണാതെ പോയതിന് പല കഥകളും വന്നു. പിതാവ് 3-ാം ദിവസം പോലീസ് സ്റ്റേഷനിൽ, എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിയും കൊടുത്തു. അന്നുപോലെ ആ പിതാവും ആ കുടുംബവും ഇവനെ പ്രതീക്ഷിച്ച് എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. അവൻ്റെ കൂട്ടുകാരനായ നിഖില്, പിന്നെ ഒരു ദീപേഷ്, പിന്നെ ഒരു രഞ്ജിത്ത്, ഇവരും 4 പേരും അവിടെ ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചവരും +2 ശേഷം IT പോളിടെക്നിക്കൊക്കെ പോയി. ഇപ്പോൾ ഇവരെല്ലാം ഡെയിലി പെയിൻറ്റിങ്ങിനും ഇലക്ട്രിക്കലും വർക്കിനൊക്കെ പോവുകയാണ്. ബിജിൽ ഇലക്ട്രീഷ്യനാണ്, അതേസമയത്ത് നിഖിൽ പെയിൻറ്ററാണ്. ഇവരൊക്കെ ഓരോ പണിക്കും പോകുന്നു. പക്ഷേ 2010 മാർച്ച് 24 ഇയാളെ കാണാതെ പോയി. ഇയാൾക്കൊരു 2 വീലറുണ്ട്. അതുമായിട്ട് അവിടെ പാർക്കിൽ പോയി. പിന്നെ ഇയാളെ കണ്ടിട്ടില്ല. പാർക്കിലിരുന്ന് ഇയാളും ഇയാളുടെ സുഹൃത്തുക്കളായ നിഖിലും ദീപേഷും രഞ്ജിത്തും ലഹരി വസ്തുക്കൾ സാധാരണ ഇഞ്ചക്ട് ചെയ്ത് കയറ്റും. ആ പാർക്കിലിരുന്ന് അപ്രകാരം ഇഞ്ചക്ട് ചെയ്ത് കയറ്റിയ ലഹരി അമിതമായി കയറി അതിനകത്ത് ബിജില് അബോധാവസ്ഥയിലേക്ക് പോയി. ബിജിലിനെ ഇട്ടിട്ട് സുഹൃത്തുക്കൾ അവിടുന്ന് വീട്ടിൽ പോയി. അടുത്ത ദിവസം രാവിലെ വന്ന് വീണ്ടും നോക്കി. ഇയാൾ ഉണർന്നില്ല, മരിച്ചു കിടക്കുന്നു. ഇതിനെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് ഇപ്പം പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എലത്തൂർ പോലീസിന് അവിടുത്തെ പുതിയ SHO വന്ന ശേഷം ഈ കേസിൻ്റെ അന്വേഷണം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഈ സുഹൃത്തുക്കളായ നിഖിൽ, ദീപേഷ്, രഞ്ജിത്ത് എന്നിവരെ സംശയം തോന്നിയത്. നിഖിലിനെയും ദീപേഷിനെയും കസ്റ്റഡിയിലെടുത്തു പോലീസ്. അവർ പറയുന്നത് ഇവരും 4 പേരും അവിടെ ഇരുന്ന് ലഹരി മരുന്ന് സാധാരണഗതിയിൽ ഇഞ്ചക്ട് ചെയ്യും. 2019 മാർച്ച് 24 അവിടെ വെച്ച് ഇഞ്ചക്ട് ചെയ്തപ്പം കൂടുതൽ ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് ബിജിൽ അബോധാവസ്ഥയിലേക്ക് പോയി. ഇവർ പേടിച്ചു പോയി എന്നൊക്കെയാണ് പറയുന്നത്. രാവിലെ വന്ന് നോക്കിയപ്പം മരിച്ചു കിടക്കുന്നു. അപ്പോൾ എന്താണ് സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടത്? പോലീസിൽ അറിയിക്കുക, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ അറിയിക്കുക, അല്ല ഇവരുടെ വീട്ടിൽ തന്നെ പറയുക. സുഹൃത്താണ്, ഫ്രണ്ടാണ്, ഒന്നിച്ച് പഠിച്ച ആളാണ്, ലഹരി കഴിച്ചു. അതൊരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. ലഹരി കഴിച്ചു, അബോധാവസ്ഥയിൽ പോയി അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ തന്നെ വരുത്തി വെച്ച വിനയാണ്. അപ്പോൾ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അല്ലെ വീട്ടിലാരും അറിയിക്കുക. അതൊക്കെയാണ് സാമാന്യഗതികൾ ആയിട്ട് മനുഷ്യർ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ സംഭവിച്ചത് നേരെ വിരുദ്ധമായ ചില കാര്യങ്ങളാണ്. അതാണ് ഇപ്പം സംശയം തോന്നാനായിട്ടുള്ള കാരണവും. കാരണം അബോധാവസ്ഥയിൽ പോയ ആളെ അവിടെ ഇട്ടിട്ട് പോയി. ഇവർ അവിടെ തന്നെ ഒരു കള്ളം ചേർത്തോന്ന് സംശയമുണ്ട്. പോയ ശേഷം അവർ രാവിലെ വന്ന് നോക്കി. അന്നേരം ഇയാൾ അവിടെ കിടപ്പുണ്ട്, മരിച്ചു കിടക്കുന്നു. ഹോസ്പിറ്റലിൽ മാറ്റണം, അല്ലെ പോലീസിൽ അറിയിക്കണം. അവരൊരു കുറ്റവും ചെയ്തില്ലല്ലോ. പക്ഷേ അവരൊരു ചാക്കിനകത്ത് ഈ ബോഡി കയറ്റി സരോവരം ചതുപ്പിൽ അവർ കെട്ടി താഴ്ത്തി. അതിനുശേഷം കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മൃതദേഹം ചീഞ്ഞഴുകി പൊങ്ങി വന്നിട്ടുണ്ടാവണം. ഇയാളുടെ തല ചാക്കിന്ന് വെളിയിലേക്ക് കണ്ടു എന്നാണ് പറയുന്നത്. അവർ അത് വീണ്ടും കെട്ടിത്താഴ്ത്തിയിരിക്കാം. അതിനുശേഷം ഇത് അഴുകിയ ശേഷം സ്കെൽറ്റൻ മാത്രമായപ്പം മരണാനന്തര ക്രിയകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ആ സ്കെൽറ്റൻ അവിടുന്ന് എടുത്തു എന്ന് പറയുന്നു. അത് തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമല്ലേ.
ആ സ്കെൽറ്റൻ ഒരെണ്ണമാണോ എടുത്തത്, അതോ മുഴുവൻ സ്കെൽറ്റനും എടുത്തുകൊണ്ട് പോയോ? അങ്ങനെയെങ്കിൽ ഇപ്പൊ അവിടുന്ന് സരോവരം ചതിപ്പിൽ നിന്ന് ഒന്നും ലഭിക്കാനുള്ള സാധ്യതയില്ല. ഫ്ലഷ് എല്ലാം ഓൾറെഡി മീൻ തിന്നോ അല്ലെങ്കിൽ അഴുകി പോയിട്ടുണ്ടാവും. ഇപ്പൊ 6 വർഷമായില്ലേ. അതേ സമയത്ത് അയാളുടെ സ്കെൽറ്റൻ അവിടെ കാണണം. അത് കർമ്മം ചെയ്യാനായിട്ട് എടുത്തുകൊണ്ട് പോയെന്നാ പറയണം. എത്രമാത്രം എടുത്തു, എത്രണ്ണം എടുത്തു, അതോ മുഴുവൻ കൊണ്ടുപോയോ? അതൊക്കെ അവരുടെ ദുരുദ്ദേശപരമായ പ്രവൃത്തിയായിട്ട് കണക്കാക്കാനുള്ള എവിഡൻസ് നശിപ്പിക്കുക. അങ്ങനെ ഒരാളെ ഇല്ല ഭൂമിയിൽ. പക്ഷെ ഇയാളുടെ 2 വീലറുണ്ട്. ആ 2 വീലർ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടുകിട്ടി. അതിൻ്റെ അർത്ഥം ട്രെയിനിൽ അവിടെ വരെ വന്നു, ട്രെയിൻ കയറി എവിടെയോ പോയി എന്നല്ലേ തോന്നുള്ളൂ. അങ്ങനെ തന്നെയാണ് വീട്ടുകാരും മറ്റവരും കരുതിയിരിക്കുന്നത്. പക്ഷെ പിതാവ് വിജയന് ചില സംശയങ്ങളുണ്ട്. അയാളുടെ കൂട്ടുകാർ 3 പേരോടും അയാൾ പുറകെ നടന്ന് അയാളും വീട്ടുകാരും ഒക്കെ ചോദിക്കും, മോനെ അവൻ വിളിച്ചോ, എവിടെയെങ്കിലും വിളിച്ചോ, കണ്ടോ? ഒരു വിളിയില്ല, കണ്ടുമില്ല എന്നൊക്കെ തന്നെ അവർ മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. അവനുണ്ട്, എവിടെയെങ്കിലും ഉണ്ടായി തിരിച്ചു വരും എന്നൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പോലീസ് നോക്കിക്കഴിഞ്ഞപ്പം ഇപ്പോൾ ഈ വിജിലിൻ്റെയും അതുപോലെ തന്നെ നിഖിലിൻ്റെയും മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ ഒരേ സ്പോട്ട് തന്നെ. പോലീസിന് സംശയമായി. ഇപ്പോഴത്തെ SHOയ്ക്ക് സംശയമായി. ഇയാളെ കസ്റ്റഡി എടുത്തു. നിഖിലിനെയും ദീപേഷും കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കഥകൾ പറയുന്നത്. പോലീസ് ഏതായാലും 2 പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഏതെങ്കിലും എല്ലും കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ DNA ചെയ്താൽ തീർച്ചയായിട്ടും ആ വിജിൽ കൊല്ലപ്പെട്ടു അല്ല മരണപ്പെട്ടു എന്ന് പോലീസിന് കണ്ടെത്താൻ പറ്റും. എന്നാൽ അവിടുന്ന് ഒരു സാധനവും കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അയാൾ മരിച്ചെന്ന് സ്ഥാപിക്കാൻ പോലീസിന് കഴിയില്ല. എല്ലും കഷ്ണങ്ങളോ അതുപോലെ ശരീരത്തിൻ്റെ ഏതെങ്കിലും അവശിഷ്ടങ്ങളെ കിട്ടിയില്ലെങ്കിൽ അത് പോലീസിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതേസമയം അയാൾ ആ ദിവസം ധരിച്ചിരുന്ന ഡ്രസ്സുകൾ അത് ആ ചതുപ്പ് പ്രദേശത്ത് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അന്ന് എന്തായിരുന്നു ഡ്രസ്സ് ധരിച്ചതെന്ന് മാതാപിതാക്കളോട് ചോദിച്ചാലും ഇയാളുടെ സുഹൃത്തുക്കളോട് ചോദിച്ചാലും അവർ പറഞ്ഞു കൊടുക്കും. ഇന്ന തരത്തിലുള്ള ഇന്ന കളറിലുള്ള വേഷങ്ങളാണ് അന്ന് ധരിച്ചിരുന്നത്, പാൻറ് ഷർട്ടും ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ അംശങ്ങൾ തീർച്ചയായിട്ടും ആ സരോവരം ചതിപ്പിലുണ്ടാവും. അത് പോലീസ് തപ്പിയെടുക്കണം. എങ്കിൽ കൊന്നു എന്നതിലേക്ക് ലീഡ് ചെയ്യുന്ന ചില വിവരങ്ങൾ ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ 3 സുഹൃത്തുക്കളിൽ ഒരാൾ രഞ്ജിത്ത് ഇപ്പോൾ ഒളിവിലേക്ക് പോയി. മറ്റു 2 പേരുമുണ്ട്. ബ്രൗൺ ഷുഗറാണ് ഇവർ സ്ഥിരമായിട്ട് ഇവരെ കുത്തിവെച്ചുകൊണ്ടിരുന്നത്. വീര്യം കൂടുതലാണ്. അന്ന് സ്വല്പം കൂടിക്കാണും. അതുകൊണ്ടാണ് ആ ഒരാൾ മരണപ്പെട്ട വിജില്. സരോവരത്തെ പോലീസ് നാളെ ഈ പ്രതികളുടെ സാന്നിധ്യത്തിൽ അവിടുത്തെ ഏതെങ്കിലും സെഡിമെൻ്റ് ആ വിജിലിൻ്റെ ശരീരത്തിൻ്റെ അംശങ്ങൾ എന്തെങ്കിലും കണ്ടെത്തുമോ എന്ന് ഉള്ളൊരു പരിശോധന നടത്തും. എങ്കിൽ മാത്രമേ ഇതൊരു മർഡറിലേക്ക് പോകുമോ ഇല്ലയോ നമുക്ക് തീരുമാനിക്കാൻ ഒക്കുള്ളൂ. കേസിലെ 1-ാം പ്രതി നിഖിലും വിജിലും വളരെ സുഹൃത്തുക്കളാണ്. ഇവർ 4 പേരും ഒന്നിച്ചൊരു കോളേജിൽ പഠിച്ചവരാണ്. പിന്നെ അവർ പോളിടെക്നിക്കിന് പോയി. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ ഇവർ സുഹൃത്തുക്കളാണ്. എങ്കിലും മാതാപിതാക്കൾ വിജിലിൻ്റെ കാര്യം ചോദിക്കുമ്പം അവൻ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടാവാം, അല്ലെ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടാവും, മൈസൂർ പോയിട്ടുണ്ടാവും, ബോംബെക്കൊക്കെ പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് പറയാൻ കാരണം റെയിൽവേ സ്റ്റേഷനിൽ ഇവൻ്റെ സ്കൂട്ടർ ഇരിപ്പുണ്ട്. ഏതായാലും എലത്തൂർ പോലീസ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണ്. 2 പേരെ അറസ്റ്റ് ചെയ്തു. 3-ാമനെ രഞ്ജിത്തിനെ ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അയാൾ ഒളിവിൽ പോയെന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പോലീസ് അന്വേഷിക്കും. ഏതായാലും വളരെ ദുരൂഹമായിരുന്ന 2019 ഈ കേസ്, മിസ്സിംഗ് കേസ്, ഇപ്പോൾ എവിഡൻസ് വന്നിരിക്കുന്ന, തെളിവ് വന്നിരിക്കുന്നു. അത് വളരെ ദുരൂഹമാണ്. ആ ദുരൂഹത പോലീസ് അഴിക്കേണ്ടിയിരിക്കുന്നു.